പാഴ്പുതുക്ക പെരുന്നാൾ ദ അപ്സൈക്കിൾ ഫെസ്റ്റിവൽ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് IRTC ഹരിത സഹായ സ്ഥാപനം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശുചിത്വ മിഷൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ലൂക്ക സയൻസ് പോർട്ടൽ, സയൻസ് കേരള എന്നിവയുടെ സഹകരണത്തോടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പൊതുസമൂഹത്തിനുമായി സംഘടിപ്പിക്കുന്ന ഒരു സവിശേഷ പരിപാടിയാണ്. പാഴ്വസ്തുക്കളെ പുതുക്കി ഉപയോഗ്യമാക്കുന്ന 12 വ്യത്യസ്ത പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിലേക്കും സമൂഹത്തിലേക്കും എത്തിക്കുകയാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുപ്പക്കളിപ്പാട്ടങ്ങൾ. ഉപേക്ഷിക്കപ്പെട്ട കുപ്പകളും പ്ലാസ്റ്റിക് വസ്തുക്കളും ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നു. കുട്ടികളിൽ സർഗാത്മകതയും പരിസ്ഥിതി അവബോധവും വളർത്തുന്ന ഈ പ്രവർത്തനം രസകരമാണ്. കളകല. പാഴ്വസ്തുക്കളിൽ നിന്നും കലാസൃഷ്ടികൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കുന്നു. മാലിന്യത്തിന്റെ സൗന്ദര്യാത്മക മൂല്യം വെളിപ്പെടുത്തി പരിസ്ഥിതി സന്ദേശം നൽകുന്നു. സാരി തരൂ, സഞ്ചി തരാം. പഴയ സാരികൾ ശേഖരിച്ച് അവയെ ഭംഗിയുള്ള സഞ്ചികളായി മാറ്റുന്നു. പരിസ്ഥിതി സൗഹൃദ ബദലുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രവർത്തനം പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നു. പേന ഡോക്ടർ. തകരാറിലായ പേനകൾ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത് ചെറിയ വസ്തുക്കളുടെ പോലും പുനരുപയോഗത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. LED ബൾബുകൾക്ക് ഒരു ആശുപത്രി. തകരാറായ LED ബൾബുകൾ നന്നാക്കി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഊർജ സംരക്ഷണത്തിനും ഈ മാലിന്യം കുറയ്ക്കുന്നതിനും ഈ പ്രവർത്തനം സഹായിക്കും. പഴം പുസ്തക പെരുമ്പുര. പഴയ പുസ്തകങ്ങൾ ശേഖരിച്ച് ഒരു കൈമാറ്റ ലൈബ്രറി സ്ഥാപിക്കുന്നു. വായനയും അറിവിന്റെ പങ്കുവയ്ക്കലും പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം പാഴായി പോകാൻ ഇടയായേക്കാവുന്ന പുസ്തകങ്ങൾക്ക് പുതുജീവൻ നൽകുന്നു. വന്നു, കണ്ടു, കൈപ്പറ്റി, കൈമാറി. ഉപയോഗശൂന്യമായ ശാരീരിക വൈകല്യ സഹായ ഉപകരണങ്ങൾ ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നു. സാമൂഹിക ഉത്തരവാദിത്വവും പുനരുപയോഗവും ഈ പ്രവർത്തനത്തിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒറിഗാമി പോലൊരു കിറിഗാമി. മടക്കി ഉണ്ടാക്കുന്നത് ഒറിഗാമി, കീറി മുറിച്ചുണ്ടാക്കുന്നത് കിറിഗാമി. പഴയ കടലാസുകൾ ഉപയോഗിച്ചാണ് ഒറിഗാമിയും കിറിഗാമിയും നിർമ്മിക്കുന്നത്. സർഗാത്മകതയും പരിസ്ഥിതി സൗഹൃദ കരകൗശലവും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ പ്രവർത്തനം. പാഴ്വസ്തുക്കളിൽ നിന്നും പഠനോപകരണം. അധ്യാപനത്തിനുള്ള പഠനോപകരണ നിർമ്മാണം. നന്നാക്കിക്കട. തകരാറായ വീട്ടുപകരണങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ നന്നാക്കി ഉപയോഗിക്കാവുന്നതാണ്. കൈമാറ്റക്കട. തങ്ങൾക്ക് ഉപയോഗമല്ലാത്തതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നതുമായ വസ്തുക്കൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു വിപണന സ്ഥലം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം മുതൽ ജൂലൈ 3 ലോക പ്ലാസ്റ്റിക് ബാഗ് രഹിത ദിനം വരെയാണ് ക്യാമ്പയിൻ കാലയളവ്. ജൂൺ 24 ലോക അപ്സൈക്കിൾ ദിനമാണ്. അപ്സൈക്ലിംഗ് പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പ്രദർശനങ്ങൾ, ക്ലാസുകൾ. നോക്കൂ, ഒന്ന് മനസ്സ് വെച്ചാൽ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ വലിയ മാറ്റം കൊണ്ടുവരാം.